നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാപ്പ് കൊടുക്കാനോ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനോ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ ഒന്നുമല്ല. പക്ഷേ അവളെ എനിക്ക് കിട്ടണം, ആ മൈഥിലിയെ. സർ, എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അവളെ കണ്ടെത്തണം, പിടികൂടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ സാർ. ഇല്ലെങ്കിൽ വിവരം അറിയിച്ച ഞാൻ അവിടെ എത്താം. ഓക്കെ സാർ. സർ, സാർ, ഇത് ഒഫീഷ്യൽ അല്ല, വ്യക്തിപരമാണ്. നിങ്ങൾ ഈ ഉപകാരം എനിക്ക് ചെയ്തു തരില്ലേ? അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നേ? സാറിനെ ഈ അവസ്ഥയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് മനുഷ്യരാ സാർ? നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കുക. സാർ ധൈര്യമായിട്ടിരിക്കാം, ആ കാര്യം ഞങ്ങൾ ഏറ്റു. താങ്ക് യു. കാർത്തി, നിന്നെ ഉപേക്ഷിച്ച് പോയവളെ നീ എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? നിന്നെ വേണ്ടാന്ന് വെച്ചല്ലേ അവള് പോയത്. അത് ആരുടെയും പ്രേരണ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കൊച്ചുകുട്ടിയാണോ അവൾ പ്രേരണയിൽ വീഴാൻ? അവളും അവനും തമ്മിൽ പ്രണയമായിരുന്നു, അതാണ് അതിന്റെ വാസ്തവം. നിന്നെപ്പോലെ അറിവും വിവേകവും കഴിവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് അവിടെ പോകണമെങ്കിൽ അത് പ്രേമം തന്നെ, പ്രേമം. അങ്ങനെ ഉറക്കത്തിൽ പോലും നിന്നെ വഞ്ചിച്ചിട്ട് പോയ ഒരു പെണ്ണിനെ നീ എന്തിനു അന്വേഷിക്കുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനും നീ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ അച്ഛനും നീ മകനുമാണ്. എടാ, നിന്നെ അപമാനിച്ചിട്ട് കടന്നു പോയവളാവൾ. അവളെ നീ ഇനി നിന്റെ ജീവിതത്തിൽ കാണരുതെന്ന് എൻ്റെ അഭിപ്രായം. കാണാൻ ശ്രമിച്ച അത് മറ്റൊരു നാണക്കേടാവും. അവളെ ഞാൻ അന്വേഷിക്കുന്ന എന്തിനാണെന്ന് അച്ഛൻ ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ എത്ര മരുന്നുകൾ പുരട്ടിയാലും അവളെ ഏൽപ്പിച്ച നാണക്കേടിന്റെ മുറിവ് ഉണങ്ങില്ല. അതുകൊണ്ട് അവളെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഒരു ദിവസമല്ല, ഒരാഴ്ചയുമല്ല, മാസങ്ങളോളം മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് എന്നെ വഞ്ചിച്ചവളവള്. ഒരാണിന്റെ പ്രതികാരം എന്താണെന്ന് അവൾ അറിയണം. അത് ഞാൻ അവൾക്ക് അറിയിച്ചു കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.